ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് ചെയ്യാൻ പോകുന്നത് എർട്ടിഗ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. എർട്ടിഗ എന്ന് പറഞ്ഞ വണ്ടി നമ്മൾ വളരെയധികം എർട്ടിഗ വണ്ടികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു എർട്ടിഗയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറേ വർക്കുകളിൽ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കുകൾ, ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള വർക്കുകൾ ഞാൻ പറഞ്ഞുതരാം. ഈ വിൻഡോ ഗാർണിഷിൽ ഓർ ഇപ്പോൾ നമ്മൾ ഒട്ടിച്ചിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഒരു നല്ലൊരു ആംബിയൻസ് ലൈറ്റ്, ഇതാണ് നമ്മുടെ ആംബിയൻസ് ലൈറ്റ് വരുന്നത്. അത് ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ വരുന്നത് ഡാഷ്ബോർഡിൻ്റെ അടിയിലും ബാക്കിലേക്ക് വരുന്നത് ഫ്രണ്ട് സീറ്റിൻ്റെ അടിയിലാണ് ഫിറ്റ് ചെയ്യുക. നമുക്ക് വയർ കട്ടിങ്ങും കാര്യങ്ങളൊന്നും നമുക്ക് ഇതിൽ വരുന്നില്ല. അതേപോലെ തന്നെ നല്ലൊരു സീറ്റ് കവറ്, സ്റ്റിയറിംഗ് കവറ്, അടിയിലേക്കൊരു 70 മാറ്റും, ഇത്തരം കാര്യങ്ങളാണ് നമ്മളിതിൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ ബാക്കിൽ റിയർ റിഫ്ലക്ടർ മാറ്റിയിട്ട് നമ്മൾ അതിലൊരു LED നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് വർക്ക് വെച്ച് കാണാം. ഹസാർഡൊന്ന് ഓൺ ആക്കിയിട്ട് നമുക്കൊന്ന് പോയി കാണാതെ. ഇതാണ് നമ്മുടെ റിഫ്ലക്ടർ മാറ്റിയിട്ട് അവിടെ നമ്മുടെ LED ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ വെയിലായ കാരണം ശരിക്കും കത്തണത് കാണുന്നില്ല. ശരിക്കും അത് ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഷോ വരുന്നൊരു ഐറ്റം കൂടിയാണ്. അതേപോലെ തന്നെ സീറ്റിൻ്റെ വർക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സീറ്റിൻ്റെ വർക്ക് നമുക്കൊന്ന് കാണാം. ഇതാണ് നമ്മുടെ സീറ്റ് വരുന്നത്. സീറ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തേക്കുന്നത് ബീജ് കളറാണ്. ബീജ് കളറും അതേപോലെ തന്നെ ഇതിലൊരു കോഫി ബ്രൗണും കൂടി നമ്മളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു കോഫി ബ്രൗണും കൂട്ടിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു 70 മാറ്റ് നമ്മുടെ ഇതിലിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ആംബിയൻസ് ലൈറ്റ് നമ്മളതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ സീറ്റ് കവർ നമ്മൾ ഫുൾ ബീജിൽ ലൈറ്റ് കോഫി ബ്രൗൺ കളറാണ് കൊടുത്തിരിക്കുന്നത്. നല്ല കറക്റ്റായിട്ട് നല്ല രസമായിട്ടുള്ളൊരു മോഡൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നല്ലൊരു ഡോർസിൽ പ്ലേറ്റ് നമ്മളിതിൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡോർസിൽ പ്ലേറ്റ് വരുന്നത്. എർട്ടിഗ എന്ന് എഴുതിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡോർസിൽ പ്ലേറ്റ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇതുമ്പോൾ ചവിട്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഇതുമ്പോൾ കോറിൽ വീഴില്ല. ഇത് പെയിൻറ്റ് പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് വരില്ല. അതേപോലെ ബാക്കിൽ സീറ്റ് നമുക്കൊന്ന് കാണാം. ബാക്കിൽ സീറ്റ് വരുന്നത് ഇതാണ്. അതേപോലെ നമ്മുടെ 70 മാറ്റ് ശരിക്കും ബീജ് കളർ നല്ല സ്റ്റൈലായിട്ടുള്ളൊരു മോഡലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല സ്റ്റൈലുണ്ട് ശരിക്കും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാഡിൻ്റെ കളറും അതേപോലെ ഈ ബീജ് കളർ സെയിം കളറിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ഏറ്റവും ബാക്കിലത്തെ റോ അതിൻ്റെ വർക്ക് ഫുൾ വർക്ക് സീറ്റിൻ്റെ കഴിഞ്ഞു. സീറ്റ് കംപ്ലീറ്റ് ഉള്ളിലേക്ക് കയറ്റി. പിന്നെ ഇവിടുത്തെ ഡോർസിൽ പ്ലേറ്റ് വലിയ പ്ലേറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചവിട്ടി കയറുമ്പോൾ നമ്മുടെ റണ്ണിങ് ബോർഡുമ്പോൾ സ്ക്രാച്ചസ് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഒട്ടിക്കുന്നത്. അവിടുത്തെ പെയിൻറ്റും പോവില്ല. അതേപോലെ തന്നെ നമ്മൾ സ്റ്റിയറിംഗ് കവർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് കവർ നമ്മൾ ചെയ്തിട്ടുള്ളത് സീറ്റ് അടിച്ച് അത് നാപ്പ ലെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാപ്പ എന്ന് പറഞ്ഞൊരു മെറ്റീരിയലിൻ്റെ സെയിം കളറിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഫി ബ്രൗൺ കളർ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അത് ഫുൾ ലെതർ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉള്ള വിയർപ്പ് വന്നാലേക്ക് സ്മെല്ല് വരാനും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള യാതൊരു കുഴപ്പങ്ങളും ഇല്ല, കംപ്ലൈൻറ്റും വരില്ല. അപ്പോൾ നമ്മൾ നാപ്പ എന്ന് പറഞ്ഞ മെറ്റീരിയൽ വെച്ചിട്ട് സീറ്റ് കവറിന് ഉപയോഗിച്ച് അതേ മെറ്റീരിയലിൽ അതേ കളറിൽ കോഫി ബ്രൗൺ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ ലൈൻ, അത് വെച്ചിട്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ചെയ്തിട്ടുള്ള വർക്കുകളൊന്ന് കാണാം. സീറ്റ് കവർ നമ്മൾ അടിപൊളിയായിട്ടുള്ള സീറ്റ് കവർ, അതേപോലെ തന്നെ ആംബിയൻസ് ലൈറ്റ്. ആംബിയൻസ് ലൈറ്റ് നമ്മൾ ഫ്രണ്ടിൽ ഡാഷ്ബോർഡിൻ്റെ അടിയിലും അതേപോലെ തന്നെ ഫ്രണ്ട് സീറ്റിൻ്റെ അടിയിൽ നിന്ന് ബാക്കിലേക്ക് കിട്ടാവുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഡോർസിൽ പ്ലേറ്റ് നല്ല നീളത്തിലുള്ള ഡോർസിൽ പ്ലേറ്റ്. സാധാരണ നമുക്ക് പണ്ട് എർട്ടിക്ക് വന്നിട്ട് ഒരു 2 നീളത്തിലുള്ളതും 2 ചെറുതാണ് വന്നിരുന്നത്. പക്ഷേ ഇത് രണ്ടും ഒരേ സെയിം വലുപ്പത്തിലുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ശരിക്കും ആവശ്യമുള്ളൊരു സാധനമായിട്ടാണ് വെച്ചാൽ പലരും ചവിട്ടി കയറും ഈ ഭാഗമാകെ കളർ പോയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെരുപ്പ് മഴയത്തൊക്കെ നനഞ്ഞ് മണ്ണോടുകൂടി കയറുമ്പോൾ അവിടെ സ്ക്രാച്ചസ് വരികയും അവിടുത്തെ പെയിൻറ്റ് പോവുകയും ചെയ്യാറുണ്ട്.
ഇത് SS ആണ്, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് പെട്ടെന്ന് കംപ്ലൈൻറ്റും വരില്ല. അതേപോലെ തന്നെ അടിപൊളിയായിട്ടുള്ളൊരു 70 മാറ്റ് നമ്മൾ ഇതിലിട്ടുണ്ട്. അതേപോലെ റിയർ റിഫ്ലക്ടർ LED എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയർ റിഫ്ലക്ടർ മാറ്റിയിട്ട് അവിടെ ഒരു LED നമ്മൾ ആഡ് ചെയ്തു. ഇതാണ് നമ്മുടെ LED വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാട്രിക്സ് ആണ്, പാർക്ക്, ബ്രേക്ക്, ഇൻഡിക്കേറ്റർ, അങ്ങനെ 3 ലൈൻ അതിൽ വരുന്നുണ്ട്. ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ അത് സൈഡിലേക്ക് ഫ്ലാഷ് ചെയ്യും, പാർക്ക് ഇടുമ്പോൾ ലൈറ്റായിട്ട് കത്തും, ബ്രേക്ക് പിടിക്കുമ്പോൾ അത് ബ്രൈറ്റ് ആവും. ഇത്രയും വർക്കുകളാണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അതുപോലെ വിൻഡോ കൺഷൻ ലോവറും നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടൊരു സീറ്റ് കവറ്, അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കവറ്, അതേപോലെ തന്നെ ആംബിയൻസ് ലൈറ്റ്, 70 മാറ്റ്, വിൻഡോ ഗാർണിഷ്, ലോവർ, ഇത്രയും വർക്കുകളാണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ളത്. നമ്മുടെ വണ്ടിയുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.